യെസ്, കമ്മീഷണർ ഹിയർ. ഇല്ല, സാധ്യമല്ല. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? ബൈ ദ ബൈ, നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഏത് ലത്തീഫ്? എനിക്കറിയില്ലല്ലോ. അയാൾ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് അറിഞ്ഞാണ് വന്നത്. ഓഹോ, എന്തു കുറ്റത്തിനാണ് അയാളെ കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പിടിക്കാൻ ഗവൺമെന്റിനെ സഹായിച്ചതിനാണോ? അയാളുടെ കൂട്ടുകാരൻ നിങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ പിൻവലിച്ചത് കാരണം ബോംബെക്കാരൻ കൊല്ലപ്പെട്ടു. ഇയാളെ കൊല്ലിക്കാനാണോ ശ്രമം? എടോ, ആവശ്യമില്ലാതെ ഇവിടെ ഒന്ന് ഒച്ച വെക്കരുത്. എങ്കിൽ അയാളെ വിട്ടുതരണം. ഇനി അയാൾ വല്ല കുറ്റവും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രയും ദിവസം അയാളെ കസ്റ്റഡിയിൽ വെക്കാൻ നിയമപരമായി നിങ്ങൾക്ക് അധികാരമില്ല. താൻ എന്നെ നിയമം പഠിപ്പിക്കാണോ? എടോ, പാർട്ടി ഭരിക്കുമ്പോൾ തന്നെ പോലെ ചില ഊച്ചാളികൾ പോലീസ് സ്റ്റേഷനിൽ കയറിയൊന്ന് അധികാരം കാണിക്കാറുണ്ട്. അത് ഇവിടെ പറ്റില്ല. പറ്റും മിസ്റ്റർ ഫെർണാണ്ടസ്. ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ ഇത്തരം ഊച്ചാളിത്തരം കാണിക്കുന്ന പോലീസുകാരുടെ തലയെ തൊപ്പി കാണില്ല. Shut up and get out. എന്തിനാടോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? ഇന്നലെ നീ ലൂക്കോസിനെ അധിക്ഷേപിച്ച് സംസാരിച്ചെന്ന് കേട്ടു. പാർട്ടി സെക്രട്ടറിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത കുറ്റാരോപണം നടത്തിയാൽ തന്നെ ശിക്ഷിക്കേണ്ടി വരും. അടിസ്ഥാനം ഉണ്ട് സഖാവേ, തെളിവും സാക്ഷിയും ഉണ്ട്. വനം വകുപ്പിന്റെ നിബന്ധനകൾ പാലിക്കാതെ ഇടുക്കിയിലെ വനഭൂമി പാർട്ടി സെക്രട്ടറി സ്വന്തക്കാർക്ക് പതിച്ചു കൊടുത്തത്. നമ്മുടെ യൂത്ത് വിങ്ങിന്റെ സഹായത്തോടെ എറണാകുളത്ത് വെച്ച് പിടിച്ചെടുത്ത സ്വർണം പോലീസുമായി ഒത്തുചേർന്ന് മുഴുവൻ കണക്കിൽ കാണിക്കാതെ പകുതിയിലേറെ മറച്ചുവിറ്റത്. ബാല, രേഖാമൂലം ഞാൻ തെളിയിക്കാം സഖാവേ. പാർട്ടി സെക്രട്ടറിക്കും പോലീസ് കമ്മീഷണർക്കും ബോംബെ മഫിയുമായുള്ള അവിഹിത ബന്ധം. അവരുടെ വെടിയേറ്റാണ് മുസ്തഫ മരിച്ചത്. അയാളുടെ കൂട്ടുകാരനെയാണ് പോലീസ് കമ്മീഷണർ അന്യായമായി തടവിൽ വെച്ചിരിക്കുന്നത്. അയാൾക്ക് അതിനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി ഊഹിച്ചൂടെ? ഞാനത് വിശ്വസിക്കില്ല. തന്നെ ഒന്നും പറയണ്ട. സഖാവിനെ പോലുള്ള ആദർശധീരന്മാർ കണ്ണും പൂട്ടി മിണ്ടാതിരിക്കുമ്പോ എനിക്ക് പറയേണ്ടി വരും. പാർട്ടി സെക്രട്ടറിയെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ടി വരും. നാളെ കണ്ണൂരിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സഖാവ് ഉണ്ടാവുമല്ലോ. ബാക്കി ഞാൻ അവിടെ പറഞ്ഞോളാം. മോനെ, നിന്റെ ഈ എടുത്തിയാട്ടം നന്നല്ല. മുമ്പ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോ ഒരു മധ്യസ്ഥനെ പോലെ അത് പറഞ്ഞു തീർക്കുന്ന ആളായിരുന്നു നിന്റെ അച്ഛൻ. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ശക്തമായി പ്രതികരിച്ചനെ. പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരിൽ ചില കാണിക്കുന്ന വൃത്തികേടുകൾ അമ്മയ്ക്ക് അറിയില്ല. ഒരു സംഘടനയാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പല സ്വഭാവക്കാരൊന്നിച്ച് പ്രവർത്തിക്കുന്നതല്ലേ. നീ അവിടെ ഒരു വഴക്കാളിയാവരുത്. പറയാനുള്ളത് ഞാൻ പറയും, ബാക്കി കമ്മിറ്റി തീരുമാനിക്കട്ടെ. എന്ത് സംഭവിക്കും നമുക്ക് കാണാം. എന്ത് സംഭവിച്ചാലും ശരി, നാളെ അവനവിടെ എത്തിയിരിക്കരുത്. തന്നെ എനിക്ക് വിശ്വാസമില്ലായിട്ടല്ല ദാസപ്പ. ഞാൻ ആലോചിക്കുന്നത് വല്ല വിധത്തിലും പ്ലാനെങ്ങാനും തെറ്റിയാൽ തകരുന്നത് എന്റെ രാഷ്ട്രീയ ജീവിതമായിരിക്കും. പിന്നെ പറയണ്ടല്ലോ. അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നേ. ദാസപ്പനേറ്റ എന്നാങ്കിലും കാര്യം നടക്കാതെ വന്നിട്ടുണ്ടാ സഖാവേ? ധൈര്യമായിട്ട് പൊക്കോ സഖാവേ.
ഹലോ യേസ് എന്നിട്ട് ആള് കഴിഞ്ഞു പോയോ? ഇല്ലെന്നേ, അതാണ് കുഴപ്പമുണ്ടായത്. കുത്തുകൊണ്ടവൻ ബാംബേക്കരുടെ സ്വർണക്കേസിലെ പ്രതിയാണ്. ആ, അവന്റെ കയ്യിൽ നിന്നല്ലേ സ്വർണം പിടിച്ചെടുത്തത്. ജാമ്യത്തിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇല്ല, കൂടെയുള്ള ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മംഗലാപുരത്ത് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ജ്വാലിക്കാരാണേ. ഇല്ല, ആ ആശുപത്രി കിടക്കുന്നതാ പ്രശ്നം. സാറ് ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ. താൻ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ ഏറ്റെന്നേ. ബോംബെക്കാരുടെ സ്വർണ്ണക്കേസിൽ പ്രതിയാണ് ഞാൻ. ആ സ്വർണ്ണ ഉടമകളും ബാലേന്ദ്രനും തമ്മിലുള്ള പല രഹസ്യ ഇടപാടുകളെ കുറിച്ചും എനിക്കറിയാമായിരുന്നു. അടുത്ത് നടക്കുന്ന കോടതി ധാരണയിൽ സത്യം പുറത്താവുന്ന ഭയന്ന് എന്നോട് ഗൾഫിലേക്ക് ഇറങ്ങാൻ ബാലേന്ദ്രൻ നിർബന്ധിച്ചു. വീടും കുടുംബമുള്ള എനിക്ക് സമ്മതമായിരുന്നില്ല. അതിന്റെ പേരിൽ പറഞ്ഞു തെറ്റി ബാലേന്ദ്രനും കണ്ടാലറിയാവുന്ന മറ്റു 3 പേരും ചേർന്ന് കരുതിക്കുട്ടി കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ എന്നെ ആക്രമിക്കാൻ ഉണ്ടായത് എന്ന് പൂവള്ളിയിൽ ജോസഫ് മകൻ സ്കറിയ. ഇതല്ലേ സത്യം? ആണ്, ഇതാണ് സത്യം. സ്കറിയയ്ക്ക് ഈ കേസിൽ രക്ഷപ്പെടാൻ ഈ ഒരു മാർഗമേ ഉള്ളൂ. ഇതിൽ ഒപ്പിട്ടേക്കൂ. വിൻസെന്റ്, വിറ്റ്നസ്സായി ഡ്യൂട്ടി ഡോക്ടറെ ഒരു ഒപ്പുകൂടി വാങ്ങിച്ചോളൂ. സ്കറിയ, നീ പോലീസിൽ കൊടുത്ത മൊഴി അസലായിട്ടുണ്ട്. മുതലാളി പ്രത്യേകം നന്ദി പറയാൻ പറഞ്ഞു. പക്ഷേ ബാലേന്ദ്രനെ കൊടുക്കാൻ മാത്രം അതിന് ശക്തി പോരാ. അതിനാ ഞാൻ വന്നത്. നീ കൊടുത്ത മൊഴി മരണമൊഴിയാക്കാൻ. പട്ടി കഴിവട മോനെ, നീ എന്റെ തൊപ്പി ഏൽപ്പിക്കുമല്ലടാ. പാർട്ടിയുടെ യൂത്ത് വിംഗ് ലീഡർ ചെയ്യുന്നതോ കള്ളക്കടത്തും കൊലപാതകവും. നിന്നെയൊക്കെ ആരെ കാണാനാ? റവന്യൂ മന്ത്രി ഗോമതി